ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ചക്കയും അതുപോലെ തന്നെ ബീഫും കൊണ്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം, എങ്കിലേ ഈ റെസിപ്പി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പം വീഡിയോയിലേക്ക് കടക്കാം. ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ബീഫാണ്. നിങ്ങൾക്ക് ചിക്കൻ അതുപോലെ തന്നെ ചൂരമീൻ ഇങ്ങനെയുള്ള മീൻ വെച്ചിട്ട് വേണമെങ്കിലും ഈ റെസിപ്പി തയ്യാറാക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ചക്കയാണ്. ഈ ചക്കയുടെ ചവണിയൊക്കെ എടുത്ത് വെച്ചേക്കുവാണ്. അതിൽ കുരു അതിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അതും കൂടെ വെച്ചാണ് നമ്മൾ ഇത് ആവിയിൽ വേവിച്ചെടുക്കുന്നത്. ഇനി ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇഡ്ഡലി ഉണ്ടാക്കുന്ന ഒരു പാത്രത്തിലാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. അതിലേക്ക് നമുക്ക് ഈ ബീഫ് അതുപോലെ തന്നെ ചക്കയും ഒരുമിച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചക്കയും അതുപോലെ തന്നെ ബീഫും വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ആറാനായിട്ട് വെക്കാം. അപ്പോൾ ബീഫും അതുപോലെ തന്നെ ചക്കയും നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഇനി ചതച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഈ ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കാന്താരി മുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഉണ്ടെങ്കിൽ അതായാലും മതി. ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല, പച്ചമുളക് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബീഫും കാന്താരി മുളകും നല്ലപോലെ ചതച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചക്ക കൂടിയിട്ട് ചതച്ചെടുക്കാം. അതിനായിട്ട് നമ്മൾ ചക്കയ്ക്കകത്ത് ചക്കക്കുരു ഉണ്ട്. അതെടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു പാട അതെടുത്ത് കളഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ചക്കക്കുരു ആവിയിൽ നല്ല പോലെ വെന്തിട്ടുണ്ട്. അപ്പം നമ്മുടെ അതിൻ്റെ മുകളിലിരിക്കുന്ന കട്ടിയുള്ളൊരു പാട എടുത്ത് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ചതച്ചെടുക്കുന്നത്. നമ്മളിതിൻ്റെ ചക്കക്കുരു കളയുന്നില്ല, അതും കൂടെ ഇട്ടാലേ നമ്മുടെ ഈ ഒരു റെസിപ്പിക്ക് നല്ലൊരു ടേസ്റ്റ് വരത്തുള്ളൂ. ഇനി നമുക്കൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ നല്ല പോലെ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചക്കയും ചക്കക്കുരു ആയതുകൊണ്ട് നല്ല രീതിയിൽ കുഴഞ്ഞിരിക്കുവാണിത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് 10 ഉള്ളി, ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത്. അതുപോലെ ഒരു 8 അല്ലി വെളുത്തുള്ളി, പിന്നെ 2 കഷ്ണം ഇഞ്ചി, അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി ഒരു ബൗൾ എടുത്തതിന് ശേഷം ആ അരച്ചത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചക്ക ചതച്ച് വെച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ബീഫും കാന്താരിമുളകും ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ഗ്ലാസ് കടലമാവ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് ചോളപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി ചേർക്കാം. അതിനുശേഷം നമുക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് ഇത് നല്ലപോലെ ഒന്ന് കുഴച്ച് എടുക്കണം. ഇത് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ബ്രെഡ്. ആ ബ്രെഡ് നമുക്ക് ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുത്താലും മതി. ഞാനിവിടെ കൈയും കൊണ്ടാണ് പൊടിച്ചെടുത്തത്. ഇനി നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഓരോ ഉരുളയായിട്ടെടുത്ത് കയ്യിൽ വെച്ച് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. പരത്തിയതിന് ശേഷം നമുക്ക് ബ്രെഡിൽ ആ പൊടിയിലൊന്ന്
മുക്കിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഞാൻ ആ വീഡിയോയിൽ പറയാൻ വിട്ടുപോയതാണ്. ഇനി നമുക്ക് ഓരോന്നും ഇതുപോലെ തയ്യാറാക്കി എടുക്കാം. അങ്ങനെയെല്ലാം നമ്മൾ ഇതുപോലെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വച്ചിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ല രീതിയിൽ ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. ചെറിയ തീയിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. ബ്രെഡിൽ ഇങ്ങനെ നമ്മൾ മുക്കി വെക്കുന്നതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ കുറച്ച് തീ മാത്രം നമ്മൾ ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ അടിയിൽ പിടിക്കുന്നത് ശ്രദ്ധിക്കണം. ഒരു വശം നല്ല രീതിയിൽ മൊരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. നമ്മൾ എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല മണം കേട്ടോ ഇത് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും. കാര്യം ബീഫും ചക്കയും ചക്കക്കുരു നല്ലൊരു മണം കേട്ടോ ഇത് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും. അതുപോലെ നമുക്ക് അടുത്തതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കണം. എങ്കിലേ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഒരു വശം നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ രണ്ട് വശവും നല്ലപോലെ മൊരിഞ്ഞതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നല്ല രുചിയായിട്ടും ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ചക്കയും ചക്കക്കുരുവും ഒക്കെ നല്ല പോലെ വെന്ത് അതുപോലെ തന്നെ ബീഫും ഇതൊക്കെ ചേർന്ന് നല്ലൊരു രുചിയാണ് ഇത് കഴിക്കാനായിട്ട്. അതുപോലെ നല്ല ക്രിസ്പിയാണ്.